വരുന്നതാണ് ഖത്തറിലെ ബസ്. നമുക്ക് ഖത്തർ എന്താണെന്നാണ് ഇപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. ഖത്തറിലെ ബസ്സാണ് ഈ വരുന്നത്. ഈ ബസ്സിൽ കയറിയാണ് നാം യാത്ര ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഈ ഖത്തറിലെ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖത്തറിൻ്റെ ഒരു ഉള്ളേരിയയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം 2022 വേൾഡ് കപ്പിന് മുന്നോടിയായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങുകളാണ്. പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങുകളാണ്. ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ബസ്സിലാണ്. ഈ ബസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ബസ്സിൽ ഞാൻ ഒറ്റക്കാണുള്ളൂ എന്നതാണ്. ഞാനും ഡ്രൈവറും മാത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ടിയാണ് ഈ ബസ് ദോഹയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ രസകരമായ ഒരു സംഭവം. ഇത് മത്താർ ഖദീം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ദോഹയിൽ നിന്ന് കുറച്ച് നീങ്ങി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം തികച്ചും കേരളത്തിലെ കാണപ്പെടുന്ന സിറ്റികളോട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കുന്നംകുളം അല്ലെങ്കിൽ തൃശ്ശൂരൊക്കെ പോലെയുള്ള ഒരു ഏകദേശം രൂപമുള്ള ഒരു സ്ഥലമാണ്. ഖത്തറിലെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞാൽ ട്രാഫിക്കാണ്. ഇന്ന് കാണുന്നതിൽ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഏകദേശം ദോഹ ബസ് സ്റ്റാൻഡിലെത്തി. ഇത് ദോഹ ബസ് സ്റ്റേഷൻ. ദോഹ ബസ് സ്റ്റേഷനിൽ ഉള്ള ബസ്സുകളാണ് ഈ നിർത്തിയിട്ടിരിക്കുന്നത്. നാട്ടിലെ KSRTCയോട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ പൊതുവെ നല്ല ബസ്സുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നാം പോയിക്കൊണ്ടിരിക്കുന്നത് ഖത്തറിലെ മനോഹരമായ ഒരു കോർണിഷ് തീരത്തേക്കാണ്. ഖത്തറിലെ കനാറിൻ്റെ വൃക്ഷങ്ങളാണ് ഇപ്പോൾ നാം കണ്ടത്. ഇതിനായി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഹെലിക്യാം ഷോട്ടാണ് ഇപ്പോഴിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു റൗണ്ടർ ബോട്ടിന് മുകളിലൂടെയാണ് നമ്മുടെ ക്യാമറ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗങ്ങളൊക്കെ തികച്ചും GCCയിലെ എല്ലാ കൺട്രീസിനോടും സാമ്യം തോന്നിക്കുന്ന ഒരു ഭാഗമാണ്. ഇതാണിപ്പോൾ